ഏതൊരു ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചയും 5 മിനിറ്റ് കൊണ്ട് ഒരു കോമഡി പ്ലോട്ടാക്കി മാറ്റാൻ കഴിവുള്ള ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരു മലയാളിക്ക് മുന്നിലും രണ്ടുത്തരങ്ങൾ ഉണ്ടാകില്ല. അത് നമ്മുടെ സ്വന്തം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് തന്നെയാണ്. ആ പാർട്ടിക്ക് അങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ തത്വചിന്തയും കാൽപ്പനികതയും മണ്ടത്തരങ്ങളും ഒരേ തളികയിൽ വിളമ്പുന്ന അപൂർവ പ്രതിഭകൾ എന്നാണ് പറയേണ്ടത്. രാവിലെ മൈക്കിന് മുന്നിൽ വന്നിരുന്ന് ലോകത്തെ സകല വിഷയം തൊട്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയം വരെ അങ്ങ് വിളിച്ചു പറയുമ്പോൾ പാവം കേട്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്നു മാത്രമാണ്: മൂപ്പർക്ക് തന്നെ മൂപ്പർ എന്താണ് പറയുന്നതെന്ന് ഒരു രൂപവുമില്ല. വാർത്താ സമ്മേളനം തുടങ്ങി ആദ്യ 2 മിനിറ്റിൽ നമ്മൾ വിചാരിക്കും, ആഹാ, ഇന്ന് എന്തോ വലിയ ശാസ്ത്രീയ അല്ലെങ്കിൽ തത്വചിന്തപരമായ കാര്യമാണ് മാഷ് പറയാൻ പോകുന്നതെന്ന്. ക്വാണ്ടം മെക്കാനിക്സും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ബുദ്ധന്റെ അഹിംസയും ഒക്കെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് കൂട്ടിക്കെട്ടി പറയും. പക്ഷേ അടുത്ത 5 മിനിറ്റിൽ മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും ഒരു ലളിതമായ ചോദ്യം ചോദിക്കുന്നതോടെ കഥ മാറും. ചോദ്യം ഇടത്തോട്ട് ചോദിച്ചാൽ മറുപടി വലത്തോട്ട്. ഇനി ചോദ്യം വികസനത്തെ കുറിച്ചാണെങ്കിൽ മറുപടി ചൊവ്വാഗ്രഹത്തിലെ ഉറുമ്പുകളെ കുറിച്ചായിരിക്കും. അതോടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് ചോദിച്ചതെന്നും മാഷ് എന്താണ് ഉത്തരം പറയുന്നതെന്നുമുള്ള സകല ബോധവും പോകും. പോരാത്തതിന് താൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ മദ്വചനങ്ങളാണെന്ന മട്ടിൽ ഒരു ചിരിയും. ഇനി ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ പത്രസമ്മേളനം വിളിക്കുമ്പോഴാണ് അടുത്ത തമാശ. ഏറ്റവും ഒടുവിൽ UDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തി മാഷ് കാച്ചിയ ഡയലോഗുകൾ കേട്ടാൽ ആരും ചിരിച്ചു പോകും. പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ സർക്കാർ പകച്ചു നിൽക്കുകയാണത്രേ. സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് ശേഷിയില്ലത്രേ. കാലാവസ്ഥ മുന്നറിയിപ്പ് അറിയിക്കാൻ പോലും അറിയാത്ത മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനാകുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ വലിപ്പത്തിൽ സംസാരിക്കുമ്പോൾ മൂപ്പർ സ്വന്തം പാർട്ടിയുടെ ഭൂതകാലം പൂർണ്ണമായി മറന്നുപോയി എന്ന് തോന്നുന്നു. പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പാർട്ടി സമ്മേളനത്തിന് പോയി എന്ന് പറഞ്ഞത് ശുദ്ധ കളവാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ ഓരോ കളവ് വീതം പറയുമെന്നുമൊക്കെ മാഷ് തട്ടിവിടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: കളവ് കേട്ടും കണ്ടും ശീലിച്ചതുകൊണ്ടാകും മൂപ്പർക്ക് എല്ലായിടത്തും കളവ് മാത്രം കാണാൻ കഴിയുന്നത്. സർക്കാരിനെതിരെ വിമർശനങ്ങൾ അഴിച്ചുവിടുമ്പോഴും തങ്ങൾ പാവം പ്രതിപക്ഷമാണെന്നും ആളുകളെയെല്ലാം സന്നദ്ധ പ്രവർത്തനത്തിന് ഇറക്കാനാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെന്നും പറഞ്ഞ് ഒരു സ്വയം ന്യായീകരണവും കൂടെ തപ്പിയെടുക്കുന്നുണ്ട്. അബദ്ധങ്ങൾ മറയ്ക്കാനും പാർട്ടി നേതാക്കളെ വെളുപ്പിച്ചെടുക്കാനും പോയി അതിനേക്കാൾ വലിയ 8ന്റെ പണി വാങ്ങി വെക്കുന്നതിൽ മാഷെ കഴിഞ്ഞ് ആരുമുള്ളൂ. പത്രക്കാർ വല്ലതും തിരിച്ചു ചോദിച്ചാൽ ഉടൻ വരും അടുത്ത അടവ്. അതൊക്കെ മാധ്യമങ്ങളുടെ അജണ്ടയാണ്. സോഷ്യൽ മീഡിയയിലെ ട്രോൾ ഉണ്ടാക്കുന്നവർക്ക് സൗജന്യമായി കച്ചവടം നടന്നു പോകുന്നത് ഗോവിന്ദൻ മാഷിന്റെ ഈ വായ തുറക്കലൊന്നു കൊണ്ട് മാത്രമാണ്. അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയാൽ അന്ന് രാത്രിയിലെ ട്രോൾ മെറ്റീരിയൽ റെഡി. ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിലാണ് ഇരിക്കുന്നതെന്ന് ചിന്ത പോലും ഇല്ലാതെ ഓരോ ദിവസവും ഓരോ തമാശകൾ വിളമ്പുമ്പോൾ പാർട്ടി അണികൾ പോലും തലയിൽ കൈവച്ചു പോകുന്നുണ്ടാകും. ഭാഷയിലെ വ്യാകരണവും യുക്തിയും ഒരുപോലെ അടിയറവ് പറയുന്ന ആ സംസാരം കേൾക്കുമ്പോൾ ഒന്നു മാത്രമേ ഓർമ്മ വരൂ: വിമർശിക്കാൻ പോലും കഴിയില്ല. കാരണം വിമർശിച്ചാൽ ആ തമാശയുടെ രസം പോകും. ചുരുക്കത്തിൽ ജനങ്ങൾക്ക് ചിരിക്കാനും ട്രോളന്മാർക്ക് ആഘോഷിക്കാനും എന്നും പുതിയ വിഭവങ്ങൾ നൽകുന്ന ഈ ഭൗതികവാദ പ്രൊഫസർ ഉള്ളിടത്തോളം കാലം കേരള രാഷ്ട്രീയത്തിന് ഒട്ടും ബോറടിക്കില്ല എന്നത് സന്ദേഹമില്ലാത്ത കാര്യമാണ്.